ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ പ്ലാസ്റ്റിക്കും ജെല്ലുമായി വേർതിരിച്ചാണ് സംസ്കരിക്കുക. കോവിഡ് കാലത്ത് മാലിന്യ നീക്കം മുടങ്ങുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തപ്പോൾ കുറെ കുടുംബശ്രീ തൊഴിലാളികൾ ഒരു കുന്ന് പാഡുകൾ വെറും കൈകൊണ്ട് വേർതിരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു യുവതി ഒരു പ്രതിജ്ഞ എടുത്തു. ഇതിനൊരു അവസാനം വേണം. ആ അവസാനം ആർത്തവ കപ്പുകൾ മാത്രമാണെന്ന് നൗറീൻ ആയിഷ തീരുമാനിച്ചു. അത് 2020 ആർത്തവ കപ്പുകൾ കേരളത്തിൽ അത്രയൊന്നും അറിയപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഫെമി സേഫ് പിറന്നു. ആർത്തവ കപ്പിന്റെ ആദ്യ കേരള ബ്രാൻഡ്. ആദ്യം 75 കപ്പുകൾ ഉണ്ടാക്കി. വിറ്റുപോയത് 4 മാത്രം. ആ നവസംരംഭം നിന്ന് കിതച്ചു. പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. കടം തരാൻ ബാങ്കുകളും സൊസൈറ്റികളുമില്ല. നൗറീൻ പക്ഷെ പിൻവാങ്ങിയില്ല. ബോധവൽക്കരണം തുടങ്ങി. കോവിഡ് കാലമായതിനാൽ ഓൺലൈനിലൂടെ. Be sure to give FemiSafe cups a try. The punch-down fold and the 7-fold. കോവിഡ് ഒഴിഞ്ഞതോടെ കോളേജുകളിലേക്കും പൊതുവിടങ്ങളിലേക്കും പോയി. കേരളീയ സ്ത്രീത്വം ആർത്തവ കപ്പുകളെ അറിഞ്ഞു. ആർത്തവ കപ്പുകളുടെ അല്ല, ആരോഗ്യ ശുചിത്വ മേഖലയിലെ ആധുനികതയുടെ തന്നെ വിൽപ്പനക്കാരിയായി നൗറീൻ മാറി. നൗറീൻ എഞ്ചിനീയറാണ്. ജീവിത പങ്കാളി നസീഫ് നാസറും എഞ്ചിനീയർ തന്നെ. കോവിഡ് കാലത്താണ് ഇവർ കൈകോർത്തത്. മധുവിധു യാത്രകൾക്ക് പകരം ഇവർ സംയുക്ത വ്യാപാരമാണ് തീരുമാനിച്ചത്. ഇന്ന് ഇരുവരും വ്യാപാര പങ്കാളികളും കൂടിയാണ്. 4 ആർത്തവ കപ്പുകൾ വിറ്റ് അന്തിച്ചു നിന്നത് പഴങ്കഥ. ഇന്ന് ഫെമി സേഫ് 1.25 ലക്ഷം പേരുടെ ഇഷ്ടം. 10 ഫെമി സേഫ് ആരോഗ്യ ശുചിത്വ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ. എല്ലാം സ്ത്രീകൾക്കുള്ളത്. അവ കേരളീയ സ്ത്രീത്വത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ശാസ്ത്രീയ ജീവിതം. വിറ്റുവരവ് 1,20,00,000. നൗറീൻ നയിക്കുന്നത് കേവലമൊരു വ്യാപാരമല്ല, ഒരു ആധുനീകരണ യത്നമാണ്. കേരളം അറിയട്ടെ. ആർത്തവ പാഡുകൾ വെറും കൈകൊണ്ട് വേർതിരിക്കുന്ന തൊഴിലാളി സ്ത്രീകളെ കണ്ടപ്പോൾ ഇത് പ്രാകൃതമാണ് എന്നുറപ്പിച്ച നൗറീന്റെ മനുഷ്യത്വമുള്ള കണ്ണുകളെ കേരളം അഭിവാദ്യം ചെയ്യട്ടെ. മറുനാടൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിറന്ന നാടിന് പകരാൻ യത്നിക്കുന്ന നൗറീന്റെ ആധുനികതാ ബോധത്തെ. മികച്ച സാമൂഹികോന്മുഖ സംരംഭകയ്ക്കുള്ള 2024 കൈരളി ജ്വാല പുരസ്കാരം നൗറീൻ ആയിഷയ്ക്ക്.